ഓസ്കർ അക്കാദമി മ്യൂസിയം കൊടുമൺ പോറ്റി അല്ല ചാത്തൻ ഭരിക്കാൻ സമയമായിരിക്കുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എപ്പോ, എങ്ങനെ, എവിടെ എന്നെല്ലാം അറിയേണ്ടേ? പറഞ്ഞു തരാം. ഫെബ്രുവരി 12-ന്, അതായത് നാളെ, ലോസ് ഏഞ്ചൽസിൽ അക്കാദമി മ്യൂസിയത്തിലെ ടെഡ്മാൻ തിയേറ്ററിൽ ഇന്ത്യൻ സമയം രാത്രി 7:30-ന് ഭ്രമയുഗം പ്രദർശിപ്പിക്കും. വേർ ദി ഫോറസ്റ്റ് മീറ്റ് ദി സീ എന്ന വിഭാഗത്തിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമ കൂടിയാണ് ഭ്രമയുഗം. മികച്ച നടൻ ഉൾപ്പെടെ 4 സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഭ്രമയുഗം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സിൽ പഠന വിഷയമായി പോലും തെരഞ്ഞെടുത്തിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ വന്ന് കേരളത്തിലെ തിയേറ്ററുകൾ ഇളക്കി മറിച്ച ഭ്രമയുഗം ഇനി ഓസ്കാർ അക്കാദമിയിലും തിളങ്ങാൻ പോവുകയാണ്. കൊടുമൺ പോറ്റിയായും ചാത്തനായും മമ്മൂട്ടി എന്ന മഹാനടൻ ലോകമാകെ വിഹരിക്കുന്ന കാഴ്ച കാണാൻ നമുക്കും കാത്തിരിക്കാം. ഭ്രമയുഗം ഉടനീളം ഉന്മാദത്തിന്റെ ഉത്സവമായിരുന്നു. 3 കേന്ദ്ര കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി, അർജുൻ അശോകന്റെ തേവൻ എന്ന പാണൻ, സിദ്ധാർത്ഥ് ഭരതന്റെ കുശിനിക്കാരൻ, ഇവരിലൂടെയാണ് പടം മുന്നോട്ടു പോകുന്നത്. പോറ്റിക്ക് അധികാരത്തിന്റെ ഭ്രാന്താണ്, തേവന് മോചന സ്വപ്നങ്ങളുടെ ഭ്രാന്തും, കുശിനിക്കാരന് പ്രതികാരത്തിന്റെ ഭ്രാന്തും. സിനിമയിലെ ശേഷിക്കുന്ന 2 കഥാപാത്രങ്ങൾ അതിനു മുമ്പേ വന്നു പോകുന്നുണ്ട്. മണികണ്ഠനാചാര്യയുടെ വഴിപോക്കനും അയാളെ വശീകരിച്ച് ചോര കുടിച്ച് കൊന്നു തള്ളുന്ന വടയക്ഷിയും. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലൂടെ കൊടുവൺ പോറ്റിയുടെ മനയിലേക്ക് പാണൻ കടന്നെത്തുന്നതോടെ സിനിമ ആരംഭിക്കുന്നു. എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന ഇതിനകം വിഖ്യാതമായി കഴിഞ്ഞ ഡയലോഗിൽ തന്നെ ഡ്രാക്കുള റെഫറൻസ് ഉണ്ടായിരുന്നു. സിനിമ അവസാനിച്ചാലും കോട്ടയ്ക്കുള്ളിലെ കൊടിയ ആഭിചാരകന്റെ കരാള ഹസ്തത്തിൽ നിന്ന് കുതറിമാറാനാവാതെ തിയേറ്ററിൽ സ്തംഭിച്ചിരുന്നു പോകുന്ന അവസ്ഥയാണ് രാഹുൽ പ്രേക്ഷകന് ബാക്കി വെച്ചത്. ഇനി ചാത്തനെ ലോക സിനിമ അറിയുന്നതിനോടൊപ്പം അവിടെ മലയാള സിനിമയും മമ്മൂട്ടി എന്ന നടനെയും അടയാളപ്പെടുത്തുകയാണ്.